കോൺഗ്രസ് ഒരിക്കലും ഈ 10 വർഷം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും ഒരുമിച്ച് പോകാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തളിപ്പറമ്പ്. മാത്രമല്ല അവിടെ എല്ലാ കാലത്തും CPM-ന്റെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്നിരുന്നത് ഒരു നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന അവസരം ഇവർ കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് നമ്മളിൽ കാണുന്നത്. ശശിയുടെ തീവ്രത അളന്നുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ ശശിക്ക് വോട്ട് പിടിക്കേണ്ടി വരുന്നത്. ഇത് വലിയ വിഷയമാണ്. CK ജാർ ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി മീറ്റിംഗ് 22-ാം തീയതി, അതായത് നാളെ ചേരാൻ വേണ്ടി പോവുകയാണ്. ചേർന്നതിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഞങ്ങൾ മാനന്തവാടിയിലും ബാലുശ്ശേരിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തും. അടുത്ത വിസ്മയമായ ഈ VD സതീശന്. രാജേഷ് നമസ്കാരം. നമസ്കാരം രാജേഷ്, അതായത് ഈ തളിപ്പറമ്പ് വലിയ ചർച്ച ആണിപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ്റെ 6ാമത്തെ വിസ്മയം നടന്ന സ്ഥലമാണ് ഈ തളിപ്പറമ്പ് എന്ന് പറഞ്ഞത്. വിസ്മയം പൊട്ടിവിടുന്നത്. എല്ലായിടത്തെയും വിസ്മയങ്ങൾ ഇപ്പം ഒരു വലിയൊരു വനവാസത്തിനുള്ള വഴി വെട്ടുവോ എന്നാണ് നമ്മളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തളിപ്പറമ്പിലെ വിസ്മയം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ കോൺഗ്രസിന് നല്ലൊരു ടൈറ്റ് ഫൈറ്റ് വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഈ TK ഗോവിന്ദൻ UDF-ന്റെ കൈപ്പത്തി ചിഹ്നമൊന്ന് സ്വീകരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പരസ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞത് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ വാർത്താ ചാനലിൽ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഈ TK ഗോവിന്ദൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ്മയമാണോ അതോ അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണോ? യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്, കോൺഗ്രസ്സുകാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തിനെ സ്വീകരിക്കണം എന്തിനെ തള്ളണം എന്നുള്ളത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഏതാണ്ട് കൈവിട്ട് പോയിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും പിന്നീടുണ്ടായ അവരുടെ തമ്മിൽ തല്ലുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺഗ്രസ് ഒരിക്കലും ഈ 10 വർഷം അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ടും ഒരുമിച്ച് പോകാനോ അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തളിപ്പറമ്പ്. ഇപ്പോൾ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാറി പകരം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് PK ശ്യാമളയാണ്. PK ശ്യാമള നമുക്കറിയാം ആന്തൂർ നഗരസഭയുടെ ചെയർമാനായിട്ടിരുന്ന ആളാണ്. വലിയ രീതിയിൽ അവിടെ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. ആന്തൂർ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു CPM-ന് വലിയ തലവേദനയായ ഒരു സ്ത്രീയാണ്. CPM അവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നേതൃത്വം അതിന് പച്ചക്കൊടി കാണിക്കുന്നതോടുകൂടി അവർ സ്ഥാനാർത്ഥിയാവുന്നു. അവരെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ ആന്തൂരിൽ തന്നെ അവർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. കുറ്റ്യാട്ടൂർ പോലുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടായി. മയ്യിൽ പ്രതിഷേധമുണ്ടായി. ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടങ്ങളിലെല്ലാം പ്രതിഷേധമുണ്ടായി. ഈ സമയത്താണ് ഈ TK ഗോവിന്ദൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പ്രഗത്ഭനായ ഒരു നേതാവ്, വളരെ സ്വാധീനമുള്ളൊരു നേതാവ് രംഗത്ത് വരുന്നു CPM നേതൃത്വത്തിനെതിരെ. അദ്ദേഹം സ്വന്തമായി മത്സരിക്കുമെന്ന് തീരുമാനിക്കുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി ഷാളണിയിക്കുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് CPM-നോടുള്ള അല്ലെങ്കിൽ CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടി കിട്ടിയ ഒരു ചാൻസ് എന്നുള്ള രീതിയിൽ ഇവർ ഇറങ്ങിപ്പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ തളിപ്പറമ്പിൽ ഇത്തവണ അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കട്ടെ, അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് അയാളുടെ വോട്ട് പിടിച്ച അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ പോട്ടെ. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ തവണ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായി സജീവമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഘട്ടത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൻ്റെ തലേന്ന് വരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ തന്നെയാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? തളിപ്പറമ്പ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തളിപ്പറമ്പ് CPM പോലുള്ള അല്ലെങ്കിൽ MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ ഇപ്പോൾ നിലവിൽ അവിടെ MLA ആണ്. മാത്രമല്ല അവിടെ എല്ലാ കാലത്തും CPM-ന്റെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്നിരുന്നത് ഒരു നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന അവസരം ഇവർ കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. അപ്പം പരമ്പരാഗതമായി പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന പലർക്കും ദീർഘകാലമായി അവിടെ CPM നേതാവായിരുന്ന ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആ ഗോവിന്ദൻ അല്ല ഈ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പാർട്ടി നേതാവായിരിക്കുന്ന ഗോവിന്ദൻ ഒരു സുപ്രഭാതത്തിൽ മാറി CPM-ന് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചാടിപ്പുറപ്പെട്ട് വരുന്ന സമയത്ത് പോയി പിന്തുണക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെതായ നിലയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നിൽക്കുകയും അദ്ദേഹത്തിന് CPM-ന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും UDF-ന്റെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ ഇദ്ദേഹം ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ അവിടെ, അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ അപ്പം വിസ്മയം നടക്കില്ലല്ലോ. വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പലരെയും അവതരിപ്പിക്കുന്നുണ്ട്. പല വിസ്മയം ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. G സുധാകരൻ അവിടെ ഒരു വിസ്മയമായിട്ട് നിൽക്കുന്നു. ശരിയാണ്, CPM-ന്റെ ഒരു സമുന്നതനായ നേതാവ് മറുകണ്ഠം ചാടി വന്ന്
UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇലക്ഷനിലേക്ക് മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിലാകമാനം ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ അവിടെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന UDFകാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ CPM അതേവരെ നമുക്കറിയാലോ ഈ ഇദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പെട്ടാണ്. ഈ മലപ്പെട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടി മാത്രമുള്ള സ്ഥലമാണ്. അവിടെ പഞ്ചായത്തിൽ പലർക്കും മത്സരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അവിടെ സ്തൂപം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ചെയ്തു. പിന്നീട് അവിടെ സ്തൂപമൊക്കെ സ്ഥാപിച്ചു. അവിടെ ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നു. അതെ, അത് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി അവിടെ പ്രസിഡന്റൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ഉദ്ഘാടനമൊക്കെ നടത്തി അവിടെ വലിയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമൊക്കെ. അപ്പൊ ഇവർ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദൻ വരുന്നതോടുകൂടി വലിയ രീതിയിൽ മലപ്പട്ടം പോലുള്ള ബാലികേറ മലയായിരുന്ന മലപ്പട്ടം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ പറ്റും എന്നൊക്കെയാണ്. അദ്ദേഹം MLA ആവുന്നതോടുകൂടി അവിടുത്തെ മൊത്തം ചേർത്ത്. പക്ഷേ ഈ MLA ആവാനുള്ള സാഹചര്യമാണ്, അല്ലെങ്കിൽ UDFന് ഒരു MLA ഉണ്ടാക്കാനുള്ള ഒരു വിസ്മയം തീർക്കാനുള്ള അവസരമാണ് ഇവിടെ കളഞ്ഞു കുളിച്ചത് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഇതിനകത്ത് തന്ത്രത്തിന്റെ പ്രശ്നമുണ്ട്. അത് കൂടാതെ തന്നെ TK ഗോവിന്ദൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നൊരു ചോദ്യമുണ്ട്. ആശയപരമായിട്ട് അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിൽക്കാം. അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്കിൽ തന്നെയും 74 വയസ്സ് കഴിഞ്ഞ് 75ാമത്തെ വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന TK ഗോവിന്ദനെ സംബന്ധിച്ചിട്ട് പാർട്ടി ചുമതലകളിൽ നിന്ന് അടുത്ത വർഷം ഒഴിയേണ്ടി വരും, അടുത്ത പ്രാവശ്യം ഒഴിയേണ്ടി വരും. അങ്ങനെ റിട്ടയർമെന്റിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത TK ഗോവിന്ദനെ സംബന്ധിച്ചിട്ട് ഇതൊരു സുവർണാവസരമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം മത്സരത്തിന് ഇറങ്ങിയതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പല നേതാക്കന്മാരെയും നമ്മൾ എടുത്തു നോക്കുമ്പം ഇവർ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നേതൃത്വത്തിൽ വരികയും നേതൃത്വത്തിൽ വന്നതിന് ശേഷം പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ അതാത് സ്ഥലത്ത് മടമ്പിമാരമായി മാറുകയും നമ്മൾക്ക് മുന്നിലേക്ക് ആരും ഇനി വരാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ തോന്നുന്ന ഒരുപാട് നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. ഇവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. ഓരോ നേതാക്കന്മാർ ഓരോ സ്ഥലങ്ങളിൽ ഉദയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ സ്ഥലം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു മാടമ്പിത്തരാണ്. ഇത്തരത്തിലുള്ള മാടമ്പിത്തരം വളർന്ന് പിന്നീട് ഈ എവിടെയൊക്കെയല്ലോ നമ്മുടെ ആഗ്രഹപ്രകാരം എല്ലാ ചില നീക്കങ്ങൾ നടത്തുന്നെന്ന് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഹഭംഗം മാത്രമാണ് ഇതിലെ വിഷയം. അല്ലാണ്ട് TK ഗോവിന്ദനെ പോലെയുള്ള ആള് എന്തിനാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയായത്? അദ്ദേഹത്തിന് PK ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിൽ വലിയ വിരോധമുണ്ടെങ്കിൽ അത് കൃത്യമായി പ്രകടിപ്പിക്കാം, അതിനെതിരെ വലിയ ശക്തമായ ഒരു ഇതൊക്കെ ഉണ്ടാക്കാം. അതിന് പകരം അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണ്. ഇപ്പൊ പയ്യന്നൂരിൽ ഇതുപോലെ തന്നെ V കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരുന്നു, ഇവിടെ പിന്നെ ഗോവിന്ദൻ വരുന്നു, ഒറ്റപ്പാലത്ത് ശശി വരുന്നു. ശശിയൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കം അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് സുരേഷ്, ഇവിടെ മലമ്പുഴയിൽ സുരേഷ് വരുന്നു, പിന്നെ നമ്മൾ അമ്പലപ്പുഴയിൽ G സുധാകരൻ വരുന്നു. ഇങ്ങനെ കുറെ CPM നിന്ന് വന്ന ആളുകൾ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ചില രാഷ്ട്രീയപരമായ പ്രചരണത്തിന് ഉപയോഗിക്കാമെങ്കിൽ പോലും അതാത് സ്ഥലങ്ങളിലുള്ള കോൺഗ്രസ്സുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട UDFകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് നമ്മുടെ ഇതിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ലഭിക്കാമായിരുന്ന വോട്ടുകൾ പോലും ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം PK ശശിയുടെ വിഷയം നമുക്കെടുക്കാം. PK ശശിയെ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് CPM വലിയ നേതാവായി കൊണ്ടു നടന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ജില്ലാ നേതൃത്വം വലിയ രീതിയിൽ നടപടിയെടുക്കുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുന്നു, ഒടുവിൽ പാർട്ടിയിൽ ഏറ്റവും ബ്രാഞ്ച് തലത്തിലേക്ക് വരുന്നു. അപ്പോഴും അദ്ദേഹം KTDCന്റെ ചെയർമാനായി ഇരുന്നാണ്. പാർട്ടി നടപടിയെടുത്തതിന് ശേഷവും അദ്ദേഹത്തിന് പാർട്ടി കൊടുത്ത KTDC ചെയർമാൻഷിപ്പ് അദ്ദേഹം രാജിവെച്ചില്ല. ഈ കഴിഞ്ഞ മാസം രാജിവെക്കുന്നത്. അല്ല, അതെല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ചു അവസാന നാളുകളിലാണ്. അപ്പൊ ഈ പറയുന്ന PK ശശിക്കെതിരെ UDF നേതൃത്വം, പ്രത്യേകിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വം എന്താ പറഞ്ഞിരുന്നത്? തീവ്രത ശശിയുടെ തീവ്രത അളന്നുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ ശശിക്ക് വോട്ട് പിടിക്കേണ്ടി വരുന്നത്. ഇത് വലിയ വിഷയമാണ്. ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന നേതാക്കന്മാരാണ് ഇങ്ങോട്ട് ആശയപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ വന്ന് സ്ഥാനാർത്ഥിയാവുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കുറച്ചും കൂടി വോട്ട് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇതൊന്നും ഇല്ലെന്നേ. ഇപ്പം G സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനാണെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചു, അയാൾക്ക് ഇനി പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു ചടുലതയോടുകൂടി ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പൊ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേട്ടേക്ക് നീ ആണോടാ എന്റെ ആരോഗ്യം പരിശോധിക്കാൻ, നീ ആരോടാ എന്ന് ചോദിച്ചിട്ട് വരും അദ്ദേഹം. അല്ല, സർക്കാരോ ഏത് സർക്കാർ, നിന്റെ ഭാര്യയാണോടാ സർക്കാർ എന്ന് ചോദിച്ചാളാ. അപ്പോൾ അതൊക്കെ വരും. പക്ഷേ ഈ നമ്മൾ നോക്കൂ, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആളും V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും ആരോഗ്യപരമായി അങ്ങനെ വലിയ മെച്ചപ്പെട്ട ആളല്ല. അദ്ദേഹത്തിന്റെ എല്ലാ കാലം കഴിഞ്ഞ് ഏതാണ്ട് ഒരു തീർത്തും വാർദ്ധക്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വിമതനായിട്ട് വരുന്നത്. ഗോവിന്ദനും വരുന്നത് ഇപ്പോൾ ആരോഗ്യമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് വാർദ്ധക്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ സമയത്താണ് വരുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് കുത്തുനിറക്കേണ്ടതാണോ UDF എന്ന് പറയുന്നത്? UDFന് വ്യക്തമായ രാഷ്ട്രീയ ലൈൻ വേണ്ടേ? അല്ലാതെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളെയൊക്കെ പിടിച്ച് കയറ്റിയിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നു.
അവർ തമ്മിലുള്ള അടി തീരാതെ ഡൽഹിയിലും പിന്നെ കേരളത്തിലും ഡൽഹിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞു തോൽക്കുന്ന സീറ്റായാലും മതി എന്ന് പറഞ്ഞ് നിൽക്കും ആളുകൾ. അതേ സമയത്താണ് ഇതുപോലെയുള്ള കുറെ ആളുകളെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ട് സ്ഥാനാർത്ഥിയാക്കുന്നത്. അല്ല, ഇതിനകത്ത് വേറെ ഒരു വലിയ രസകരമായ ഒരു സംഭവം കൂടിയുണ്ട്. കാരണം ഈ വിസ്മയം ആദ്യം തീർത്തത് UDF ചില ഘടകകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ആദ്യം കാമരാജ് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ CK ജാനുവിൻ്റെ പാർട്ടി, PV അൻവറിൻ്റെ പാർട്ടി, ഈ 3 പേരായിരുന്നു ആദ്യത്തെ UDF വിസ്മയം. VD സതീശൻ പത്രസമ്മേളനം നടത്തി 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കാമരാജ് കോൺഗ്രസിൻ്റെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു, ഞാനൊരു UDF ഇല്ല, ഒരിടത്തേക്കും ഇല്ല, ഞാനുമായിട്ടൊരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ വിസ്മയം അവിടെ പൊളിഞ്ഞു. ഇപ്പം CK ജാനുവിന് സീറ്റില്ല. CK ജാനു ഇപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി മീറ്റിംഗ് 22-ാം തീയതി, അതായത് നാളെ ചേരാൻ വേണ്ടി പോവുകയാണ്. ചേർന്നതിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഞങ്ങൾ മാനന്തവാടിയിലും ബാലുശ്ശേരിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തും. അടുത്ത വിസ്മയമായ ഈ VD സതീശന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആകപ്പാടെ ഒരു വിസ്മയം എന്ന് പറയുന്നത് PV അൻവറാണ്. PV അൻവർ എത്രയോ നേരത്തെ വന്നിരുന്ന ഒരു വിസ്മയമാണ്. എന്നെ നിങ്ങൾക്ക് എടുത്തുകൂടെ, ഞാൻ ആ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്നോളാം, നിങ്ങളുടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഒരു ചായ എടുത്തു തരാനായിട്ടെങ്കിലും എന്നെ അവിടെ ഇരുത്തിക്കൂടെ എന്ന ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ UDF ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ UDF വിസ്മയങ്ങൾ എല്ലാം വെറും ഭസ്മമായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. CK ജാനുവിൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ. കാരണം വൈക്കത്ത് സണ്ണിയം കവിക്കാടിനെ, ദളിത് ചിന്തകരും ആക്ടിവിസ്റ്റൊക്കെ ആയിരുന്ന സണ്ണിയം കവിക്കാടിനെ മത്സരിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ CK ജാനുവിൻ്റെ പാർട്ടിയെ അവർ അസോസിയേറ്റ് മെമ്പറാക്കി ഒരുമിച്ച് ചേർക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ദളിത് ആദിവാസി വിഭാഗങ്ങളെ പൂർണ്ണമായും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നാണ് അന്ന് പ്രചരിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെ ആ രീതിയിലാണ് നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ CK ജാനുവിൻ്റെ പാർട്ടിക്ക് സീറ്റില്ല, അതുപോലെ തന്നെ സണ്ണിയം കവിക്കാടിന് സീറ്റില്ല. സണ്ണിയം കവിക്കാടിന് സ്ഥാനാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ പല 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 ചർച്ചകൾ നടന്നു. ഏതാണ്ട് 1.5 മാസക്കാലം വൈക്കത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യത്തെ പേര്, അല്ലെങ്കിൽ ആദ്യമായി ചർച്ചകളിൽ ഉയർന്നു വന്ന പേര് ആരുടെയായിരുന്നു? സണ്ണിയം കവിക്കാട്. അവസാനം എന്താ സംഭവിച്ചത്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നപ്പോൾ ഒരിക്കലും മത്സരിച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മണ്ഡലമാണ് വൈക്കം എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ സണ്ണിയം കവിക്കാടിനെ ഇവർക്ക് സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു. അല്ല, സണ്ണിയം കവിക്കാടിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ ഉടനീളം ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പിന്തുണ കോൺഗ്രസിന് ആർജിക്കാൻ വേണ്ടി സാധിക്കരുത്. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാലോ, ഈ മുത്തങ്ങ വെടിവെപ്പൊക്കെ ആയി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഉണ്ടായിരുന്ന വലിയ ആരോപണങ്ങൾ. ഇപ്പോൾ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, വനംവകുപ്പ് മന്ത്രിയായിരുന്ന K സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് വനം കയ്യേറിയതുമായി ബന്ധപ്പെട്ട്, കുടിൽക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ആദിവാസികളുടെ ഭൂമി സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ മുത്തങ്ങയിൽ നടന്ന വെടിവെപ്പും അവിടെ ആദിവാസി മരിക്കാനൊക്കെ ഇടയായ സാഹചര്യമൊക്കെയുണ്ട്, ജോഗിയൊക്കെ മരിക്കാനുള്ള സാഹചര്യം. ഈ ഒരു ഓർമ്മകൾ എല്ലാ കാലത്തും കോൺഗ്രസും ദളിത് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കൊക്കെ ഇടയിൽ വലിയ വിയോജിപ്പുകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊരു മറുമരുന്ന് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇവർക്ക് മാനന്തവാടിയിൽ CK ജാനുവിനെ മത്സരിപ്പിക്കാമായിരുന്നു. പക്ഷെ അവിടെ അത് സംഭവിച്ചില്ല. അപ്പം ഇതേപോലെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ഈ പിന്നെ ഗോവിന്ദനും ശശിക്കും സുരേഷിനും സുധാകരനും ഒക്കെ ഇവർക്ക് സീറ്റ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം വൈക്കത്ത് ഈ സണ്ണിയം കവിക്കാടിനെ പറ്റിച്ചു, പറ്റിച്ചു. എന്താണ് സംഭവിക്കുന്നത്? എന്ത് പൊളിറ്റിക്സ് ആണിത്? ഇത്തരം പൊളിറ്റിക്സുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? എന്തൊക്കെ ഒരു ധാരണ വേണ്ടേ? ഇത്തരത്തിലുള്ള ധാരണകളില്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് പല തരത്തിലുള്ള പല ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്താണ് സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കുന്നത്. ഒരു രാഷ്ട്രീയ ലൈൻ വേണം. അതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ കോൺഗ്രസ് നേരിടുന്ന തെരഞ്ഞെടുപ്പിന് ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇന്നും തിങ്കളാഴ്ച കൊണ്ട് പത്രികാ സമർപ്പണം പൂർത്തിയാകും. എന്നാലങ്ങ് തെറ്റ് തിരുത്താൻ വേണ്ടിയെങ്കിലും ഇനിയെങ്കിലും തയ്യാറാവാതെ എന്തൊക്കെയല്ലോ പറഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇവരുടെ കാര്യത്തിൽ വെക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.